ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എന്താ പറയണ്ടേ? ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ പണിയൊക്കെ ഒരുങ്ങി കേട്ടോ. പണിയൊക്കെ എല്ലാ പണിയും കഴിഞ്ഞു. എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി, ഏട്ടനും ജോലിക്ക് പോയി. അപ്പോൾ ഇന്നിപ്പോൾ എന്താ എന്തെങ്കിലും വീഡിയോ ചെയ്യുക, കുറച്ച് ഫ്രീ ആയിട്ടിരിക്കില്ലേ, വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. ഇന്ന് തിങ്കളാഴ്ചയാണ്, പ്രദോഷമാണ് നിൽക്കുക. അത് നമ്മുടെ നാട്ടിൽ പ്രദോഷം മാക്സിമം ആൾക്കാർക്കും അറിയുന്നൊക്കെ തോന്നുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്കൊന്നും അറിയില്ല കേട്ടോ ആർക്കും. പക്ഷെ ചില ഭാഗത്തേക്ക് പാലക്കാട് പാലക്കാടിലൊക്കെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും പ്രദോഷം. അപ്പോൾ ഒന്നുകൂടെ അമ്പലത്തിൽ ഇന്ന് വിശേഷപ്പെട്ടൊരു പ്രദോഷമാണ്. തിങ്കളാഴ്ചത്തെ പ്രദോഷം ഭയങ്കര വിശേഷമാണ് എനിക്ക്. അപ്പോൾ അത് പിന്നെ നാളേക്ക് തൈപ്പൂയം അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് ദിവസമൊക്കെ നല്ല വിശേഷമാണ്. നാളെ വലിയ ആൾക്ക് സ്കൂളൊക്കെ ലീവൊക്കെയാണ്. അപ്പോൾ ശരി, പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഒരു വീഡിയോ ഇടാം. അപ്പോൾ എന്ത് വീഡിയോ ഇടുന്നതെന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ദിവസം മുന്നേ ഒരു വയറ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വയറ് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലിങ്ങനെ നമ്മളെ ഈ ചകിരി കയറുണ്ടല്ലോ, അതിങ്ങനെ ചുറ്റി ഇതേപോലെ ഒരു സാധനം ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഈ മണി പ്ലാന്റിനെ ഒന്ന് ചുറ്റി എടുക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നോക്കിയപ്പോൾ ഇതല്ലേ, ഇതിൻ്റെ ബാക്കിൽ ഒരാളെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇയാൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ കൂടിയിട്ടുണ്ടല്ലേ. കാരണം നിങ്ങൾക്ക് ഇയാളിപ്പോൾ ഈ ചെടിയിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പച്ചപ്പയ്യ എന്നൊക്കെ പറയും. എന്താ നിങ്ങളവിടേക്ക് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അയാൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇലയൊക്കെ തിന്നും തോന്നുന്നുണ്ട്, പക്ഷേ ആവല്ലേ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അപ്പോൾ രാവിലെ എല്ലാ പണിയും കുറച്ച് ഒരുങ്ങി. രാവിലെ ഇന്നേക്ക് നോൺ വെജ് ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്നൊരു റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിന മല്ലി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് നമ്മൾ ചമ്മന്തിമാരി ആക്കിയിട്ട് നമ്മൾ താളിച്ചിട്ട് ചോറിട്ട് എനക്കണമാതിരി റെസിപ്പി ചെയ്തതില്ലേ, അതേമാതിരി ചീസിയായിട്ട് റെസിപ്പി ചെയ്യണത്. അത് ചെയ്തിട്ട് നമ്മൾ ചേന ഫ്രൈ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിട്ടു. അവരത് കൊണ്ടുപോയി. ഞങ്ങൾ രാവിലെ ദോശ ഉണ്ടാക്കി, തേങ്ങാ ചട്നി അരച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയാകുമ്പോഴേക്കും ഇനി എന്താണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മൾ ചെടിയൊക്കെ ഒന്ന് നോക്കാം, എലിയൊക്കെ പറിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. മുരിങ്ങ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇതൊരു മുരിങ്ങ തന്നെയാണ്. അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയപ്പോൾ ഇപ്പം നന്നായിട്ട് തളിർത്ത് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതല്ലേ, ഇപ്പോൾ ചീരയൊക്കെ ഒന്ന് പറിക്കാറായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞുകൂടി പറിച്ചെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എലിയൊക്കെ നാശാക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്തോ എലി വരാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞൊന്ന് വിഷം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം വന്നിട്ടില്ല, പറിക്കാറൊന്നുമില്ല. തിന്നിട്ട് പോയി ചത്തു എന്താണെന്നറിയില്ല. ഭയങ്കര ശല്യമായതുകൊണ്ടാണ് വിഷം വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ വെക്കുന്നുണ്ടാവില്ല, പാവമല്ല വിചാരിക്കും. പക്ഷെ നമ്മൾ ചെടിയൊക്കെ പറിച്ച് കാശാക്കുമ്പോൾ നമുക്കതൊരു സങ്കടമല്ലേ. മുളകൊക്കെ നന്നായിട്ട് വലുതായിട്ട് വരുന്നുണ്ട്. മുളക് ചെടി, കളിച്ചെടി, നമ്മൾ താമരയൊക്കെ ഒന്ന് തല പൊന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, താമര ഇല വിരിയാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്താൽ കുറച്ച് ഉപകാരമാവും. ഇതിൻ്റെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റോസൊക്കെ അന്ന് വെട്ടി വിട്ടതാണ്. അതൊക്കെ ഇതിലൊക്കെ പൂ വന്നിട്ടുണ്ട്. അല്ലേ, നിറയെ പൂ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഇത് വേറെ റോസാണ് കേട്ടോ. ഇതിലൊക്കെ മുട്ടുണ്ട്. വെണ്ടയ്ക്ക ചെടി ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്ക ഉണ്ടാവുന്നുണ്ട്, കുട്ടി വെണ്ടയ്ക്ക വന്നിട്ടുണ്ട്.
ചെടികളൊക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടു ഞാൻ. കാരണം വെച്ചെങ്കിൽ നമ്മൾ ഈ ഒന്നാമത് ഈ എലിയുടെ ശല്യം കാരണം നമുക്കിത് നോക്കാനൊക്കെ പാടായി. കാരണം ഒന്ന് വിത്തൊക്കെ ഇട്ടിട്ട് നല്ല മുളച്ച് കുറച്ച് വലുതായി വരുമ്പോഴേക്കും എലി പറിച്ച് നാശാക്കിയിടും. അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ അത് കാരണം ഇത് ഉണ്ടാക്കാൻ മെനക്കെടാൻ കുറച്ച് കഷ്ടം തോന്നും. ചെമ്പരത്തി ചെമ്പരത്തി പിടിച്ചു കിട്ടും. ചെമ്പരത്തി പറഞ്ഞ തൊട്ട വീട്ടിൽ ചേച്ചി തന്നതാണെന്ന്. ആ ചെമ്പേര് കൊടുക്കാൻ തന്നതായിരുന്നു. അത് നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഡ്രമ്മിൽ തന്നെ ഞാൻ കാടിക്കൂർക്കടയിലേക്ക് വെച്ചിട്ടുണ്ട്. അത് അറിയാം, വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാടിക്കൂർക്കടയില ഡ്രമ്മിൽ വെച്ചതൊക്കെ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രദോഷമാണ്, തൈപ്പൂയാണ്, പിന്നെ ബുധനാഴ്ച നമ്മളിവിടെ പൗർണമിക്ക് ഇവിടെ ഭയങ്കര വിശേഷമാണ് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നോൺ വെജ് ഒന്നും ചെയ്യില്ല, വെജിറ്റേറിയൻ മാത്രമാണ്. പിന്നെ അമ്പലത്തിലൊക്കെ പോവും. അപ്പോൾ ഇന്നൊക്കെ ഇത് ഇത്രയൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറൊക്കെ ചെയ്യണം. പിന്നെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ദയവ് ചെയ്തവരൊക്കെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.